സന്തോഷമുണ്ടെങ്കിൽ എല്ലാവരും വീണ്ടും ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. കഴിഞ്ഞ 2 ദിവസം നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ പൂർണ്ണമായും ഭാഗികമായിട്ടും ഒക്കെ ഉപവസിച്ചവരും പ്രാർത്ഥിച്ചവരുമുണ്ട്. ദൈവസന്നിധിയിൽ വരുവാൻ നമുക്ക് ദൈവം സംഗതിയാക്കി. ദൈവത്തിൻ്റെ കരുണയ്ക്ക് വിശ്വസ്തതയ്ക്ക് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ ദൈവത്തിൻ്റെ സകല മഹത്വവും പുകഴ്ചയും ബലവും അർപ്പിക്കുകയാണ്. ദീർഘമായ പ്രസംഗത്തിന് ഇന്ന് സമയമില്ല. വളരെ ചുരുങ്ങിയ സമയം 1-2 ആലോചനകൾ കൂടെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. കഴിഞ്ഞ 2 ദിവസക്കാലം നാം ഒരു വാക്യത്തിൽ നിന്നാണ് ദൈവത്തിൻ്റെ വചനം പങ്കുവച്ചത്. ആ വാക്യം തന്നെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമ്മൾ വായിക്കാൻ പോവുകയാണ്. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം, 1-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കും. യെസ്. ദൈവപ്രസാദം ലഭിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണം എന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ തന്നെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. ഇന്നലെ 2 ദിവസമായിട്ട് നാം ഒരേ ആശയമാണ് ചിന്തിക്കുന്നത്. ഇന്ന് നമ്മുടെ മുമ്പിൽ തിരുമേശ കൂടിയുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ വചനം വീണ്ടും നിങ്ങളോട് പറയുന്നത്. ദൈവം പ്രസാദിക്കുവാനുള്ള നടപ്പ് എന്ന വിഷയം നാം 3 കാര്യങ്ങൾ പ്രധാനമായും ചിന്തിച്ചു. നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവം പ്രസാദിക്കുവാനുള്ള നടപ്പ് എന്താണ്? വിശ്വാസത്താലുള്ള നടപ്പാണ്. ദൈവം പ്രസാദിക്കുവാനുള്ള നടപ്പ് ദൈവസ്നേഹത്തിലുള്ള നടപ്പ് അല്ലേ? 2ാമത് നമ്മൾ ചിന്തിച്ചത് സ്നേഹത്തെക്കുറിച്ച്. 3ാമത് ഇന്നലെ രാത്രി നമ്മൾ സംസാരിച്ചത് പ്രത്യാശയിലുള്ള നടപ്പ്. ഈ 3 നടപ്പ് ദൈവം പ്രസാദിക്കുന്ന നടപ്പാണ്. ഇന്ന് നമ്മൾ തിരുമേശ കൂടെ നമ്മുടെ ഒരു മധ്യത്തിലുള്ള സ്ഥിതിക്ക് അല്ലെങ്കിൽ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ദൈവം പ്രസാദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നടപ്പെന്ന് പറയുന്നത് വിശുദ്ധിയിലുള്ള നടപ്പാണ്. ദൈവം പ്രസാദിക്കുന്ന നടപ്പ് ഏതാണ്? വിശുദ്ധിയിലുള്ള നടപ്പ്. ഈ വാക്യം, ഈ ആശയം നമുക്കൊക്കെ വളരെ പരിചയമാണ്. അതിനൊരു കാരണമുണ്ട്. നാം സേവിച്ചാരാധിക്കുന്ന ദൈവം വിശുദ്ധനായ ദൈവമാണ്. നമ്മുടെ കർത്താവായ പിതാവിൻ്റെ ഈ സത്യദൈവത്തിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ അവിടുത്തെ മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിശുദ്ധ തിരുവെഴുത്ത് ഏറ്റവും അധികം ഊന്നിപ്പറയുന്ന ഒരു കാര്യം ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചല്ല. ദൈവം ഭയങ്കര സർവശക്തനാണ്. പക്ഷേ അവിടുത്തെ മഹത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ഊന്നിപ്പറയുന്ന, ബൈബിൾ എടുത്തു പറയുന്ന ഒരു കാര്യം അവിടുത്തെ ശക്തിയെക്കുറിച്ചല്ല, അവിടുത്തെ ജ്ഞാനത്തെക്കുറിച്ചല്ല. ഈ ഒരു കാര്യങ്ങളൊന്നുമല്ല ഇന്ന് തിരുവെഴുത്ത് പറയുന്ന ഊന്നൽ. നമ്മുടെ ദൈവത്തിൻ്റെ യുണീക്നെസ് ആയിട്ട് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തിരുവെഴുത്ത് പറയുന്നത് അവിടുത്തെ വിശുദ്ധിയെക്കുറിച്ചാണ്, അവിടുത്തെ പരിശുദ്ധിയെക്കുറിച്ച്. നമുക്കറിയാം, ലോകത്തിൽ അനേക വിശ്വാസങ്ങളുണ്ട്, അനേക ദൈവങ്ങളുണ്ട്. അവരെയൊക്കെ നിങ്ങൾ പഠിച്ചാൽ അവരുടെയൊക്കെ സ്വഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ ശക്തിയിലാണ് എല്ലാം കേന്ദ്രീകരിക്കപ്പെടുന്നത്, അല്ലേ?
അവർ ഇന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ള ശക്തി ഉണ്ടെന്ന് ഉള്ളതാണ് അവരുടെ ആ മഹത്വമായിട്ട് ആളുകൾ പറയുന്നു. ചില ആളുകൾ പറയാനല്ലേ ഇന്ന സ്ഥലത്ത് പോയാൽ മതി, അവിടെ ചെന്നാൽ ആ പുള്ളിയെല്ലാം ചെയ്യും. അപ്പം ശക്തിയാണ്. വിളിച്ചാൽ വിളി കേൾക്കുന്ന ഭയങ്കര ശക്തിയുള്ള ആളാണെന്നാണ് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ? ആളുകളൊക്കെ പറഞ്ഞ ഭയങ്കര ശക്തിയാണ്. ലോകത്തെല്ലായിടവും അങ്ങനെയാ. ദൈവങ്ങളെന്ന് പറയുന്ന ആളുകളെ കുറിച്ചുള്ള ദർശനം പറയുമ്പോൾ എല്ലാം കേന്ദ്രീകരിക്കപ്പെടുന്നത് ശക്തിയിലാണ്. പക്ഷേ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ കുറിച്ച് പറയുമ്പോൾ ഉറപ്പായിട്ടും അവിടുന്ന് സർവശക്തനാണ്. പക്ഷേ അവിടുത്തെ മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ബൈബിൾ ഊന്നൽ കൊടുക്കുന്ന കാര്യം അവിടുത്തെ പരിശുദ്ധിയെക്കുറിച്ചാണ്. അവിടുത്തെ പരിശുദ്ധി. ഇന്ന് എന്റെ മുമ്പിൽ വചനം കേൾക്കാനിരിക്കുന്ന ദൈവജനത്തോടായിട്ട് പറയട്ടെ, അവിടുത്തെ പരിശുദ്ധിയെക്കുറിച്ചുള്ള ആഴമായ വെളിപ്പാട് ബൈബിളിലൂടെ നാം കേൾക്കുമ്പോഴൊക്കെ അത് കേൾക്കുന്ന ഓരോരുത്തരും മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ദൈവത്തിന്റെ അടുക്കൽ ഞാൻ കടന്നു പോകണമെങ്കിൽ, ഈ ദൈവത്തിന്റെ അടുക്കൽ ഞാൻ എത്തണമെങ്കിൽ ഞാൻ കുറച്ചൊന്ന് ശ്രദ്ധിച്ചേ പറ്റുകയുള്ളൂ. മോളെ കൊച്ചിനെ അങ്ങോട്ട് കേട്ടില്ല കേട്ടോ, മാറ്റിക്കോ. സ്തോത്രം. ഞാൻ കുറച്ചൊക്കെ ഒന്ന് സൂക്ഷിച്ച് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. സാധാരണ പോകുന്നത് പോലെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് തിരുവെടുത്ത് പറയുന്നത്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. ഇന്ന് ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിന്റെ പ്രത്യേകത അതാണ്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഇന്ന് പകൽക്കാലം, ഇന്ന് പകൽ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന ഓരോ ദൈവമക്കളുടെ മുമ്പിലുള്ള ചലഞ്ചത, ഈ ദൈവം ഒരു വ്യക്തിയിൽ പ്രസാദിക്കണമെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിന് ഹിതമാകും വണ്ണം ശുദ്ധീകരിക്കപ്പെടേ പറ്റൂ. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? ലോകത്തിൽ മനുഷ്യന്റെ പാപപരിഹാരത്തിന് വേണ്ടി പല മാർഗങ്ങളുണ്ട്. മതങ്ങൾ പലതും പഠിപ്പിക്കുന്നു, അല്ലേ? നേർച്ച കാഴ്ചകളിലൂടെ, ദാനധർമ്മങ്ങളിലൂടെ, പുണ്യസ്ഥലങ്ങളിൽ പോകുന്നതിലൂടെ ഒക്കെ മനുഷ്യന്റെ പാപം പോകും. പുണ്യസ്നാനം നടത്തിയാൽ പാപം പോകും എന്നൊക്കെ വിശ്വസിക്കുന്നവരുണ്ടല്ലേ. പക്ഷേ തിരുവെടുത്ത് ഉറപ്പായി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യന്റെ നീതിപ്രവൃത്തികൾ, പുണ്യപ്രവൃത്തികൾ അത് എത്ര മെച്ചമാണെങ്കിലും അതൊന്നും മനുഷ്യന്റെ പാപത്തിന് പരിഹാരമാകുന്നില്ല. ഉടയ തമ്പുരാന്റെ മുമ്പിൽ അത് കറ പോലുള്ള തുണി പോലെയാണ്. സ്തോത്രം. അതുകൊണ്ട് വിശുദ്ധ തിരുവെഴുത്ത് മാത്രം പറയുന്നു, ഈ പാപത്തിന് പരിഹാരം വരുത്തുവാൻ മനുഷ്യന്റെ സ്വയം പ്രയത്നത്തിനോ മനുഷ്യന്റെ പ്രവൃത്തികൾക്കോ ഒരു നാളും കഴിയില്ല. ഇങ്ങനെ ഒരു സാഹചര്യമാണെങ്കിൽ ഈ പരിശുദ്ധനായ ദൈവത്തിന്റെ അടുക്കൽ ആർക്ക് പോകാൻ പറ്റും? എല്ലാവർക്കും എളുപ്പത്തിൽ ചെന്ന് പറ്റാവുന്നൊരിടമല്ല ഈ പരിശുദ്ധന്റെ സന്നിധി. ഈ നിത്യദഹനങ്ങളുടെ അടുക്കൽ ആര് പാർക്കുമെന്നാ ചോദിക്കുന്നത്? ഇത്ര ഭയങ്കരനായ, ഇത്ര പരിശുദ്ധനായ ഈ ദൈവത്തിന്റെ അടുക്കൽ എങ്ങനെ മനുഷ്യനെ എത്തിപ്പെടാൻ പറ്റും? സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധിയുടെ ചിന്ത അകത്ത് വെളിപ്പെടുമ്പോൾ
ഓരോ വിശ്വാസിയും അല്ലെ അവരുടെ ജീവിതത്തിൽ ദൈവത്തിന് ഒപ്പാണ് മുഴങ്ങാലും മടക്കിയേ പറ്റും. വിനയത്തോടെ അവിടുത്തെ മുമ്പാകെ കുനിഞ്ഞേ പറ്റൂ. അവന്റെ പരിശുദ്ധിക്ക് മുമ്പിൽ നിൽക്കാൻ എനിക്ക് കഴിയില്ല. അവന്റെ വിശുദ്ധിയുടെ മുമ്പിൽ എന്റെ നീതി പ്രവൃത്തികൾ ഫലം ചെയ്യില്ല. എന്നെ നീതീകരിക്കുവാൻ ഇതൊന്നും പര്യാപ്തമല്ല. എല്ലാവരെയും കുറ്റം പറഞ്ഞുകൊണ്ട് നടന്ന പ്രവാചകനായ യെശയ്യാവ് സ്വയം വിചാരിച്ചു, ഞാനൊരു നീതിമാനാണ്, എനിക്ക് മനസ്സാന്തരപ്പെടേണ്ട ആവശ്യമില്ല, എനിക്ക് ശുദ്ധീകരണം വരേണ്ട ആവശ്യമില്ല, ഞാനൊരു ദൈവത്തിന്റെ ദാസനാണ്. അല്ലേ? അങ്ങനെയാണ് താൻ ചിന്തിച്ചത്. യെശയ്യാപ്രവചനം എഴുതി വരുമ്പോൾ ഇസ്രായേൽ മക്കളെ നോക്കിയിട്ട് പ്രവാചകൻ പറയുന്നു, ഇതാ അകത്യഭാരം ചുമക്കുന്ന മക്കൾ. അല്ലേ? ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ അവരെന്ത് ചെയ്യുന്നില്ല. ദൈവം ആരാണെന്ന് ഇവർക്ക് അറിയില്ല. ഇവരുടെ മേൽ തൊട്ടടിവരെയും വ്രണമാണ്. ശുദ്ധിയില്ലാത്തവരാണ്, കുറവുള്ളവരാണ്. എന്റെ ചോദ്യം, പ്രവാചകൻ ഈ പറഞ്ഞതൊന്നും കള്ളമല്ല, പാരമാർത്ഥമായ കാര്യമാണ്. ഇസ്രായേലിന്റെ തനി ജീവിതത്തിന്റെ ആ പകർപ്പ് തന്നെയാണ് അവിടെ വിളിച്ചു പറഞ്ഞത്. പക്ഷെ എന്റെ ചോദ്യം, പ്രവാചക, അങ്ങ് ഇതെല്ലാം കണ്ടല്ലോ, അങ്ങിതെല്ലാം അറിഞ്ഞല്ലോ, പക്ഷേ എനിക്ക് അങ്ങയോടൊന്ന് ചോദിക്കാനുണ്ട്. അങ്ങയെ നോക്കിയോ? അല്ലേ? പ്രവാചകൻ എന്ത് ചെയ്തില്ല? ഒരിക്കലും തന്നെ നോക്കിയില്ല എന്ന് പറഞ്ഞാൽ പ്രവാചകൻ തന്നെ നോക്കിയൊക്കെ കാണും. താൻ ഈ പറയുന്നതും ചെയ്യുന്നതും ഒന്നും അത്ര വലിയ കാര്യം അല്ല എന്ന് ഇദ്ദേഹത്തിന് സ്വയം തോന്നി. അതിന് വലിയ ശുദ്ധീകരണമൊന്നും വേണ്ട, ഇതൊക്കെ ദൈവം അങ്ങ് ക്ഷമിക്കും. തൻ്റെ അധരത്തിൻ്റെ പാപത്തെക്കുറിച്ച് പ്രവാചകൻ മറന്നു. താൻ തന്നെ നീതീകരിച്ചുകൊണ്ട് ന്യായീകരിച്ചുകൊണ്ട് പിന്നെയും ഇങ്ങനെ ആളുകളുടെ കുറ്റം കണ്ടുപിടിക്കുന്നവനായി താൻ മാറി. സ്തോത്രം. ദൈവം ചിന്തിച്ചു, യെശയ്യാവിനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇവൻ എന്നെക്കുറിച്ച് ശരിക്കും അറിയില്ല. സ്തോത്രം. എന്നെക്കുറിച്ച് ഇവനൊന്നും അറിയില്ല. അതുകൊണ്ട് ഇവന് ഞാൻ ആരാണെന്നൊന്ന് വെളിപ്പെടുത്തി കൊടുക്കണം, ഞാൻ ആരാണെന്നൊന്ന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ദൈവം ഒരു ദിവസം തൻ്റെ അകത്ത് ഒരു ദർശനം നൽകി. തനിക്കൊരു ദർശനം നൽകി. അതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം. ദൈവം കൊടുത്ത ദർശനമാ. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് പ്രവാചകനായ യെശയ്യാവ് കാണുകയാണ്. സ്തോത്രം. ഒന്ന് വായിച്ച മോളെ ആ വാക്യം. യെസ്, ഞാൻ കണ്ടു. പ്രവാചക, അങ്ങ് ഇത്രയും നാൾ ദർശനമൊക്കെ പറഞ്ഞല്ലോ, ദൂതൊക്കെ പറഞ്ഞല്ലോ, ശരിക്ക് കണ്ടായിരുന്നോ? 5-ാം അധ്യായം വരെ നാം മനസ്സിലാക്കുന്നത് ശരിക്കും അവനെ കണ്ടില്ല. അപ്പൊ ശരിക്ക് കണ്ടില്ലേലും എന്ത് ചെയ്യാം? ദൂതൊക്കെ പറയാം, ശരിക്ക് കണ്ടില്ലേലും പ്രവചിക്കാം, ശരിക്ക് കണ്ടില്ലേലും ആളുകളുടെ മുമ്പിൽ പേരൊക്കെ ഉണ്ടാവും. പക്ഷേ ശരിക്കു കണ്ടു. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള
സിംഹാസനത്തിലിരിക്കുന്നു. അതിനൊക്കെ ഒരു പശ്ചാത്തലമുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഉസിയ രാജാവിൻ്റെ ഭരണകാലം ഏറ്റവും ദീർഘവർഷം രാജ്യം ഭരിച്ച, ഏറ്റവും സമൃദ്ധിയിലേക്ക് ഇസ്രായേലിനെ നടത്തിയ ഒരു രാജാവാണ്. ആ ഭാഗം പോകുന്നില്ല. അപ്പോൾ അദ്ദേഹം മരിച്ചപ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഉസിയ രാജാവ് മരിച്ച ആണ്ടിലെന്ന് പറയുന്നത്. അതുവരെ അന്ന് യെശയ്യാവ് കണ്ട ഏറ്റവും വലിയ സിംഹാസനവും ഏറ്റവും വലിയ രാജാവും ആരാ? ഉസിയാവ. യെശയ്യാവുമായിട്ട് അടുത്ത കണക്ഷനാണ്. ഉസിയ രാജാവിനെ യെശയ്യാവിനെ തൻ്റെ രാജമന്ദിരത്തിൽ പ്രവേശിപ്പിക്കുകയും തൻ്റെ ആലോചനകളൊക്കെ കേട്ട കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരാളും കൂടെയാണ്. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം മരിച്ചു പോയപ്പോഴത്തേക്ക് രാജ്യം അനാഥമായി. ഇനി എങ്ങനെ ഈ രാജ്യം മുന്നോട്ട് പോകും, ഇനി എങ്ങനെ കാര്യങ്ങൾ നടക്കും എന്ന ചിന്തയിൽ താൻ ഭാരപ്പെട്ടിരിക്കുമ്പോഴാണ് അല്ലേ ദൈവം പറയുന്നത്, ഉസിയാവല്ല രാജ്യം ഭരിക്കുന്നത്, അതിനു മുകളിൽ സിംഹാസനമിട്ട് രാജാതി രാജാവായ ഞാനാണെന്ന് അവന് യെശയ്യാവിനൊന്ന് പറഞ്ഞു കൊടുത്തു. സ്തോത്രം. നമുക്കൊക്കെ സംശയമാണ്, അയ്യോ അവരൊക്കെ പോയാൽ ഇവരൊക്കെ പോയാൽ എങ്ങനാ? അവരും ഇവരും പോയാലും ഭരിക്കുന്നത് രാജാതി രാജാവാണ്. കാര്യങ്ങൾ നടത്തുന്നത് സർവശക്തനാ, അവനാണ് വാഴുന്നത്. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ജീവിതത്തെ നോക്കി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വാഴുന്നത് ക്രിസ്തുവാണ്. സ്തോത്രം. അവനാണ് അധികാരി. അവൻ പറയുന്നത് പോലെ നടക്കുകയുള്ളൂ, അവൻ പറയുന്നത് പോലെ സംഭവിക്കത്തുള്ളൂ. അവനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനം, അത് ഏറ്റവും മുകളിലാണ് എൻ്റെ കർത്താവിൻ്റെ പരമോന്നതമായ സിംഹാസനം. എന്നിട്ട് ഞാൻ കണ്ടു, അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. കണ്ടോ? അവിടെ ഒരു വലിയ കൂട്ടം ജീവികൾ, ദൂതന്മാരുടെ ഒരു സംഘം. ദൂതന്മാർ പല കാറ്റഗറി ഉണ്ട് അല്ലേ? അതിലൊരു വിഭാഗമാണ് സാറാഫുകൾ. അവിടെ സാറാഫുകൾ ഉണ്ടായിരുന്നു. അവ ഓരോരുത്തനോട് ചില പ്രത്യേക കാര്യങ്ങൾ പറഞ്ഞു. അതാണ് വിഷയം. അവയെ വർണ്ണിച്ചിട്ടുണ്ട്. 6 ചിറകുകൾ ഉണ്ടായിരുന്നു. അവ 2 കൊണ്ട് പറന്ന്, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് മുഖം മൂടി, ഒരുത്തനോടൊരുത്തൻ സംസാരിക്കുകയാ. എന്താ സംസാരിക്കുന്നത്? സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഞാൻ പറഞ്ഞില്ലേ, അവിടെ പറയാൻ വേറെ എത്ര കാര്യങ്ങളുണ്ട്. സൈന്യങ്ങളുടെ യഹോവ സർവശക്തൻ, സർവശക്തൻ, സർവശക്തൻ എന്ന് പറഞ്ഞാലും അത് ശരിയല്ലേ? ശരിയല്ലേ? 100% അത് ശരിയാ. അവിടുന്ന് സർവശക്തനാ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ സർവജ്ഞാനി, സർവജ്ഞാനി, സർവജ്ഞാനി എന്നവ പറഞ്ഞാലും അതും ശരിയാ അല്ലേ? സൈന്യങ്ങളുടെ ദൈവമായ യഹോവ സർവവ്യാപി, സർവവ്യാപി, സർവവ്യാപി എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല, അതും ശരിയാ. അവിടുന്ന് സർവവ്യാപിയാ. പക്ഷേ സാറാഫുകൾ പറഞ്ഞത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന പദമാ. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതാ അവിടുത്തെ ഏറ്റവും വലിയ ശ്രേഷ്ഠത. ഞാനും നിങ്ങൾ സേവിച്ചാരാധിക്കുന്ന ദൈവത്തിൻ്റെ ഏറ്റവും പരമോന്നതമായ ശ്രേഷ്ഠത എന്ന് പറയുന്നത് അവിടുത്തെ പരിശുദ്ധിയാ. പാപം കാണാൻ പറ്റാതെ വണ്ണം നിർമ്മലമായ കണ്ണുള്ളവൻ, പരമപരിശുദ്ധനായ ഒരു ദൈവ. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആ പരിശുദ്ധ ദൈവം എന്ന് കേൾക്കുമ്പോ ഇതാ പിശാചുക്കൾ വിറയ്ക്കുകയാ. ആമേൻ. ആ പരിശുദ്ധൻ എന്ന് കേൾക്കുമ്പോ അവൻ പാപം ചെയ്യുന്ന മനുഷ്യൻ കിടുങ്ങുകയാ. പരിശുദ്ധൻ എന്ന ദൈവത്തിന്റെ വാക്ക് കേൾക്കുമ്പോ സകല ജീവികളും നടങ്ങുകയാ. അവന്റെ പരിശുദ്ധിയെ കുറിച്ചുള്ള ദൂത് കേൾക്കുമ്പോ എല്ലാവരും വിറയ്ക്കുകയാ. സങ്കല്പിച്ചു നോക്കിയേ, ദൈവത്തിന്റെ ആ പരിശുദ്ധിയെ കുറിച്ച് ചിന്തിക്കുമ്പോ അല്ലേ, ഉള്ളിൽ നിന്ന് വിറയലുണ്ടാകും, വിറയലുണ്ടാകും. ആമേൻ, സ്തോത്രം.
പ്രവാചകന് പെട്ടെന്ന് കരയാൻ തുടങ്ങി. ബോധമുണ്ടായി. ഇപ്പോഴാണ് മനസ്സിലായത്, അയ്യോ അയ്യോ, ഈ ആരാധന കണ്ടപ്പോൾ, സറാഫുകളുടെ ഈ ആരാധന കണ്ടപ്പോൾ, ഞാനിന്ന് നിങ്ങളോടൊരു ദൂത് പറയാം കേട്ടോ. ഞാനും നിങ്ങളും വിശുദ്ധിയിൽ ആ പരിശുദ്ധനെ ദൈവം ആഗ്രഹിക്കുന്ന ആത്മതലത്തിലൊന്ന് ആരാധിക്കാമെങ്കിൽ അത് കാണുന്നത് തന്നെ ആമെ ചിലർ ഭയമുണ്ടാക്കും. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാ, പരിശുദ്ധനെ അവനല്ലേ ദൈവം നൽകുന്ന നീതിയിലും വിശുദ്ധിയിലും ആരാധിക്കുന്ന ഒരു കൂട്ടമായി ഞാനും നിങ്ങളും മാറിയാൽ ഇവിടുത്തെ പിശാചുക്കൾ ഈ ആരാധനയുടെ മുമ്പിൽ വിറയ്ക്കാൻ തുടങ്ങും. ഓ, ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ആരാധന അവൻ ശത്രുവിന്റെ ആകത്തളങ്ങളെ, അവന്റെ അടിസ്ഥാനങ്ങളെ കുലുക്കുന്നതാ. ശുദ്ധീകരിക്കപ്പെട്ടവർ ആർത്തുപാടി പരിശുദ്ധന് സ്തോത്രം ചെയ്യുന്നത് പാതാള ശക്തികൾക്ക് നടുക്കമുണ്ടാക്കും. ജീസസ് ജീസസ് ജീസസ്. അവിടുത്തെ പരിശുദ്ധിയെ ചിന്തിച്ചു വയ്ക്കാം. ആ പരിശുദ്ധിയുള്ള ആ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ പാപബോധമുണ്ടായി കരയും. ഞാനീ പറഞ്ഞ് വെറുതെ പറയുന്നതല്ല. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു അല്ലേ? തള്ളിപ്പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞ് പത്രോസിനെ യേശു അവിടെ നിന്നുകൊണ്ടൊന്ന് നോക്കി. അവനെ ഒന്നും നോക്കി. ആ കണ്ണിലേക്ക് നോക്കിയപ്പോൾ പത്രോസ് പൊട്ടിക്കരഞ്ഞു. അവർക്ക് മനസ്സിലാവുന്നുണ്ട്? പുറത്തിറങ്ങി അതിദുഃഖത്തോടെ പൊട്ടിക്കരഞ്ഞു. നിവചനം കേൾക്കുന്നവർ വിളിച്ചു പറയട്ടെ, ആ പരിശുദ്ധിയുടെ മുമ്പിൽ പാപം ചെയ്യുന്നവരൊക്കെ വിറയ്ക്കും. സ്തോത്രം. ആ പരിശുദ്ധിയുടെ മുമ്പിൽ സകല ഇരുട്ടും ഓടിപ്പോകും. ഇന്ന് ഞങ്ങളിവിടെ പ്രസംഗിക്കുന്ന ദൈവം പരിശുദ്ധനായ ദൈവം. അവൻ്റെ മുമ്പിൽ അശുദ്ധിക്ക് സ്ഥാനമില്ല, അശുദ്ധന് സ്ഥാനമില്ല. ഹല്ലേലൂയ. വിശുദ്ധന്മാർ മാത്രം അടുത്തു ചെല്ലേണ്ട സ്ഥലം. ഇത് പരിശുദ്ധന്റെ തിരുമേശ, ഇത് പരിശുദ്ധന്റെ വചനം. ഒന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾ. സാധാരണമാണോ നമ്മുടെ ആരാധനയുടെ പ്രത്യേകത? പരിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുന്നതാ. അവിടെ പാപബോധം. പ്രവാചകൻ പറഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ. ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന് നടുവിൽ. നേരത്തെ കുഴപ്പം മൊത്തം ആൾക്കാർക്കായിരുന്നു. ഇപ്പം പറഞ്ഞു ഞാനും കുഴപ്പമാ, അവരും കുഴപ്പമാ. എൻ്റെ കുഴപ്പം എനിക്ക് മനസ്സിലായത് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവർക്കും മനസ്സിലാകാത്തത് അവരും ഇങ്ങോട്ട് വരാത്തതുകൊണ്ടാണ്. അവർ മാറി നിൽക്കുക, ദൂരെ നിൽക്കുക. ഇന്ന് പകലൊന്ന് അടുത്ത് വന്നാൽ ശുദ്ധീകരണം ഉണ്ടാവും. സ്തോത്രം സ്തോത്രം സ്തോത്ര. അവനോട് അടുക്കുമ്പോൾ ശുദ്ധീകരണം ഉണ്ടാകും. അകന്ന് നിൽക്കുന്നവർക്ക് പാപമേതാ അല്ലേ ഒന്നും അറിയത്തില്ല. തെറ്റേതാ തിന്മയേതാ, ഏതാ ശരി ഏതാ തെറ്ററിയില്ല. പക്ഷെ അടുക്കും തോറും അകത്ത് ശുദ്ധീകരണം ഉണ്ടാകും. അതാണ് ഈ പരിശുദ്ധൻ്റെ പ്രത്യേകത. യേശുവിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായോ? ന്യായപ്രമാണം പറയുന്നത് എന്താണ്? ഈ കുഷ്ഠരോഗിയെ തൊട്ടാൽ തൊടുന്നവൻ അശുദ്ധനാകും. അങ്ങനല്ലയോ? അതുകൊണ്ട് കുഷ്ഠരോഗി എന്ത് ചെയ്യില്ല? തൊടില്ല, ഓടി മാറും. പക്ഷേ യേശു അങ്ങനെ ആയിരുന്നില്ല. യേശു കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കി. എന്താ അവിടെ സംഭവിച്ചത്? യേശു അശുദ്ധനാകുകയല്ല, അല്ലേ, തന്നിലെ ശുദ്ധി അങ്ങോട്ട് പാസ് ചെയ്യുക. ഇന്ന് പകൽ നീ അശുദ്ധ ജീവിതത്തിനുടമയാണെങ്കിൽ,
പാപസ്വഭാവങ്ങൾക്കുടമയാണെങ്കിൽ, നിന്റെ വാക്കിൽ വിശുദ്ധിയില്ലെങ്കിൽ, നിന്റെ ഹൃദയത്തിന് വിശുദ്ധിയില്ലെങ്കിൽ, നിന്റെ ചിന്തകളിൽ വിശുദ്ധിയില്ലെങ്കിൽ, നിന്റെ വിചാരങ്ങളിൽ വിശുദ്ധിയില്ലെങ്കിൽ, ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് പറയുക, ഒന്ന് അടുത്ത് ചെന്നേ. നിന്നെ ശുദ്ധീകരിക്കാൻ അവൻ വിശ്വസ്തനാ. നീ ഒന്ന് അടുത്താ. ആ ദിവസങ്ങളിൽ കർത്താവേ, എനിക്ക് നിന്നോടൊന്ന് അടുത്ത് വരണം, എനിക്ക് നിന്റെ കൃപയോടൊന്ന് അടുത്ത് വരണം, എനിക്കൊരു ശുദ്ധ ജീവിതം വേണം. ഇന്ന് പകൽ അവനോട് അടുത്ത് ചെല്ല്. കർത്താവ് നിന്നെ ശുദ്ധീകരിക്കും. ശ്രദ്ധിച്ചേ, പണ്ട് അശുദ്ധനെല്ലാം മാറി നിൽക്കണമായിരുന്നു. പക്ഷെ ഇന്ന് യേശുക്രിസ്തു വന്നതോടുകൂടി അശുദ്ധരോട് പറഞ്ഞു, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അശുദ്ധിയോടെ വരുന്ന കാര്യമല്ല, ഏത് അശുദ്ധനും വാ, ക്രൂശിൻ്റെ അങ്ങോട്ട് വാ. അതാ ഇവിടെ ക്ഷണം. ഏത് പാപിയും വാ, ഏത് തെറ്റുകാരനും വാ. നിന്റെ എല്ലാ പാപങ്ങളെയും ശുദ്ധീകരിക്കുവാൻ അവിടുത്തെ നിയമരക്തത്തിന് കഴിവുണ്ട്. ജീസസ് അങ്ങോട്ട് അടുത്തു ചെല്ലുന്നവർ ശുദ്ധീകരണം പ്രാപിക്കും. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കും. ആ രക്തത്തോടൊന്ന് അടുത്ത് തന്നെ ഒരു വലിയ ശുദ്ധീകരണം ഉണ്ടാകും. രക്തത്താൽ ശുദ്ധീകരണം ഉണ്ടാകും. ഇന്ന് പകൽക്കാലം ഞാൻ പറയുക, കർത്താവിന് ഒരു വാക്ക് പ്രാർത്ഥിക്കണം. തിരുമേശയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ഇന്ന് രാവിലെ ഒരു ശുദ്ധീകരണം വേണം. ഞാൻ പറഞ്ഞല്ലോ, അവൻ യെശയ്യാവിനെ പോലെ അല്ലേ സങ്കല്പത്തിൽ ജീവിക്കരുത്. എനിക്കൊരു കുഴപ്പവുമില്ല, എൻ്റെ വാക്കൊക്കെ ദൈവം അങ്ങ് ക്ഷമിക്കും, എൻ്റെ ചിന്തയൊക്കെ ദൈവം ക്ഷമിക്കും, ഇതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് പോകരുത്. നീ വരുന്നത് പരിശുദ്ധന്റെ അടുക്കലേക്കാ, നീ വരുന്നത് തിരുമേശയുടെ മുമ്പിലേക്കാ, തിരുരക്തത്തിന്റെ മുമ്പിലേക്കാ. അവിടെ നിനക്ക് ശുദ്ധീകരണം വേണം. വായിച്ച് അവസാനിപ്പിക്കാം. തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ഇന്ന് രാവിലെ കർത്താവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഞാനും നിങ്ങളും ഇന്ന് ശുദ്ധീകരിക്കപ്പെടണം. ശരീരത്തിലും ആത്മാവിലും പ്രാണനിലുമൊക്കെ ഒരു ശുദ്ധീകരണം ഉണ്ടാകണം. നിശ്ചയമായും ദൈവം നിങ്ങളെ ശുദ്ധീകരിക്കും. തെസ്സലോനിക്ക ലേഖനം 5:23 കർത്താവ് ഇങ്ങനെ പറയുന്നു, സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കും. ശുദ്ധീകരിക്കുമോ? നിങ്ങളുടെ ആത്മാവ്, പ്രാണൻ, ദേഹം, ഇതെല്ലാം ദൈവം ഇന്ന് ശുദ്ധീകരിക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒന്ന് ഏൽപ്പിക്കുമോ? എൻ്റെ ആത്മാവിനെ ശുദ്ധീകരിക്കണമേ, എൻ്റെ പ്രാണനെ ഒന്ന് ശുദ്ധീകരിക്കണമേ. സ്തോത്രം. എൻ്റെ ദേഹത്തെ ശുദ്ധീകരിക്കണമേ. നിങ്ങൾ ഇന്ന് പകൽ പ്രാർത്ഥിച്ചാൽ സമാധാനത്തിന്റെ ദൈവം ഇന്ന് പകൽ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന ദൈവമാ. സ്തോത്രം, സ്തോത്രം. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പീൻ. ഇന്ന് പകൽക്കാലം ചിലതൊക്കെ മരിപ്പിക്കണം. ശുദ്ധീകരണം വേണോ? നമ്മൾ ഈ പല കാര്യങ്ങൾ, അതിനൊന്നും ഞാൻ പറഞ്ഞില്ല, നിസ്സാര കാര്യം വിടും. തിരുമേശ ഉള്ളതുകൊണ്ടാണ് കുറച്ചുകൂടി ഉറപ്പിച്ച് പറയുന്നത്. അതിനൊക്കെ ഒന്ന് ഏറ്റു പറയണം. എന്താ? എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേര് പറയുക പോലും അരുത്. സ്തോത്രം. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. തീർന്നില്ല. ചീത്തത്തരം, പിന്നെ പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്ത ഒന്നും അരുത്. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? ചില ആളുകൾ ഡബിൾ മീനിങ്ങിലൊക്കെ സംസാരിച്ച് കളയും. അവർ പറയുന്നതിനകത്ത് വേറെ അർത്ഥമുണ്ട്, അത് വെച്ചിട്ടൊക്കെ സംസാരിക്കും. തിരുമേശയുടെ മുമ്പിലാണ് വരുന്നത്. ഇന്നൊരു ശുദ്ധീകരണം ഉണ്ടാകണം. ഒന്ന് ഏറ്റു പറയുമോ കർത്താവിനോട്? സ്തോത്രം. പൊട്ടച്ചൊല്ല് പറയുന്നവരുണ്ട്. പൊട്ടച്ചൊല്ല് എന്താ? എല്ലാവർക്കും അങ്ങ് കോമഡിയാ. എല്ലാം പറയേണ്ടതേ പറയാവൂ. നമ്മളൊക്കെ പറയും അല്ലേ, കുറവൊക്കെ വരും.
ഇന്ന് ഏറ്റു പറയണമെന്നാണ് ഇന്ന് രാവിലെ യെശയ്യാവിൻ്റെ ആ ദർശനത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. ഇല്ലെങ്കിലുണ്ടല്ലോ നമുക്കിതൊരു അനുഗ്രഹമല്ല, ഇത് നമുക്കൊരു പ്രശ്നമായി മാറും. ഇന്ന് പകലൊന്ന് ഏറ്റു പറഞ്ഞാട്ടെ. സ്തോത്രം. വിശുദ്ധന്മാർക്ക് ഉചിതം അതാ. ഇങ്ങനെ ചേർച്ചയില്ലാത്ത ഒന്നും വരരുത്. പിന്നെ എന്തുവാ വേണ്ടത്? സ്തോത്രം അത്രേ വേണ്ടത്. സ്തോത്രം. എല്ലാത്തിനും സ്തോത്രം ചെയ്യണമെന്നാ. ചില ആളുകൾ പെട്ടെന്നാണ് പറയുന്നത്, അതും ഇതുമൊക്കെ പറയും അല്ലേ. സൂക്ഷിച്ചു വേണം. നമ്മുടെ വർത്തമാനം ഭയങ്കര കുഴപ്പമാണ്. ഞാനും നിങ്ങളുമൊക്കെ പറച്ചിൽ അല്ലേ. ആരെ ഹത്യ ചെയ്യുന്ന രീതിയിൽ പറയരുത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമ പറഞ്ഞോണം, പോട്ടെന്ന് പറഞ്ഞോണം. അതിന് പറഞ്ഞില്ലെങ്കിൽ അവരുടെ ഹൃദയം മുറിഞ്ഞാൽ കുഴപ്പമാണ്. ആരെ മുറിക്കുന്ന രീതി സംസാരിക്കരുത്. സ്തോത്രം പറഞ്ഞ് ഇന്ന് പകൽ നേറ്റു പറയണം. സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ സമയം തന്നത്. എൻ്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും വേദന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നത്. സ്തോത്രം. അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാവൂ ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ അത്യാഗ്രഹം. ചിലർക്ക് എത്ര കിട്ടിയാലും മതിയാവാത്ത അത്യാഗ്രഹം. അതിൻ്റെ പേര് അത് വിഗ്രഹാരാധനയാന്നാ. അവരൊന്നും എവിടെ പോകത്തില്ലെന്നാ? ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ പോകത്തില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അതൊന്ന് ഏറ്റുപറഞ്ഞ്, കർത്താവേ ഞങ്ങൾക്കുള്ളത് മതി, നീ തന്നത് മതി. ഈ അത്യാഗ്രഹത്തിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് രാവിലെ ഒന്ന് നീക്കിക്കളയണമേ. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ദൈവം പ്രസാദിക്കുന്ന വഴി വിശുദ്ധിയുടെ വഴിയാ. നമുക്ക് പ്രാർത്ഥിക്കാം. ആ വഴിയിലൂടെ നമ്മളെ നടത്തുവാൻ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം.